സംഭവം അല്പം പഴയൊരു സാങ്കല്പിക കഥയാണ്. 1066 കൊല്ലം മുമ്പ് നടന്നൊരു നഴ്സറി കഥ. തന്റെ നേതാവിനോട് ക്ലാസ്സിൽ നിന്നും കടക്ക് പുറത്തെന്ന് പറഞ്ഞ വില്ലന്മാരെ തന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് നിഷ്ഫലമാക്കിയ നായകന്റെ കഥ. ആ സംഘടനത്തോടെ സ്റ്റാറായ നായകനോട് 2 ദിവസം വീട്ടിലിരിക്കാൻ പറഞ്ഞ അധ്യാപകന്റെ മുൻപിൽ ഇനി ഞാൻ ഈ നഴ്സറി സ്കൂളിന്റെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടിയിറങ്ങിപ്പോയ ദൃഢനിശ്ചയത്തിന്റെ വിപ്ലവ കഥ. ഒരിക്കൽ കൂടി അതായത് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി ആഭ്യന്തരമന്ത്രി കിങ് ജോങ് ഉൻ കേരള പതിപ്പിന്റെ പ്രിയ അംഗരക്ഷകൻ. പാർട്ടിക്കെതിരെ വരുന്ന അസ്ത്രങ്ങളെ വാക്കുകൾ കൊണ്ടുപോലും തള്ളി നിർത്താൻ കഴിവുള്ള വില്ലാളി വീരൻ. അതെ, ഇടതിന്റെ പടവാളെന്ന് സാക്ഷാൽ EP ജയരാജൻ. ഒരൽപ്പം പിന്നിലേക്ക് പോയാൽ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. അയ്യോ ചേട്ടാ, അത്രയൊന്നും പോണ്ട. പിന്നെ തിരിച്ചു വരാൻ അല്പം ബുദ്ധിമുട്ടാണ്. തൽക്കാലം കാലം കർപ്പണിയിച്ച ആ കലാകാരിയുടെ കഥ വരെ പോയാൽ മതി. കണ്ണഴകി കലയാന പെണ്ണഴകി കടൽ വീസും കാട്ടഴകി ഹിമയാലും സെൻവകമേ. വീണ്ടും CPM ബോർഡറിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അവൾ പോലും ചിന്തിച്ചു കാണില്ല തന്റെ നടക്കാത്ത സ്വപ്നങ്ങളുടെ ബിരിയാണി ചെമ്പ് ദുസ്വപ്നമാകാൻ പോകുന്നത് ഊരിപ്പിടിച്ച ചില കറുത്ത മാസ്കുകൾക്കും ഉയർത്തിപ്പിടിച്ച ചില കറുത്ത കാലം കുടകൾക്കും ഇടയിലാണെന്ന നഗ്നമായ സത്യം. എന്നാൽ കാലം കറുപ്പിനെ വീണ്ടും ചതിച്ചു. 11 KVക്ക് മുൻപിൽ കീഴടങ്ങേണ്ട കാക്കകൾ പോലും മലകൾക്ക് പിന്നിൽ പോയി ഒളിച്ചു നിന്നു, എന്നെങ്കിലും തിരിച്ചു വരാനായി. നോർത്ത് ഇന്ത്യയിൽ പശുവിന് പനി പിടിച്ചാലും കേരളത്തിൽ പ്രകടനം നടത്തുന്നവർ പോലും അസ്തമിച്ച കറുപ്പിനെ തിരികെ വിളിക്കാനായി നടുറോഡിൽ ചവിട്ടു നാടകങ്ങളുമായി കളം നിറഞ്ഞു. പ്രതിഷേധത്തെ തട്ടി നടക്കാൻ കഴിയാതെ വന്നപ്പോൾ തന്റെ കറുത്ത കാറിനോട് പോലും ലാൽ സലാം പറഞ്ഞ മുഖ്യനും വിമാനത്തിൽ കയറി. റോഡിൽ നടത്തുന്ന പ്രകടനം എയറിൽ നടത്താമെന്ന അതിമോഹവുമായി വിമാനത്തിൽ കയറിയ പ്രതിഷേധ അണികൾ വൈകാതെ തന്നെ ക്യാപ്റ്റന്റെ ബോഡി ഗാർഡിന്റെയും തടഞ്ഞു നിർത്താൻ കഴിയാത്ത തള്ളിന്റെയും പവർ അറിഞ്ഞു. എന്റെ പിള്ളേരെ തൊടുകടാ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഗുരുതരമായ വീഴ്ചയാണ് ഇൻഡിഗോക്ക് സംഭവിച്ചത്. അതെ ജയേട്ടാ, അതൊരു ഒന്നൊന്നര വീഴ്ച തന്നെയായിരുന്നു. ജയരാജേട്ടന്റെ ശരിക്കുള്ള തള്ള് പുറത്തെടുക്കാതിരുന്നത് മറ്റുള്ള യാത്രക്കാരുടെയൊക്കെ ഭാഗ്യമായിട്ട് കണക്കാക്കാം. എന്നാൽ ജയേട്ടന്റെ ആഞ്ഞുള്ള തള്ളലിൽ ചെറുതായി ഒന്ന് കുലുങ്ങി പോയ സുധാകരേട്ടനും ചാടി എഴുന്നേറ്റ് ജയേട്ടന്റെ തള്ളലിനെ തിരിച്ചു തള്ളി ബാലൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. EP ജയരാജൻ ശിക്ഷിച്ചാൽ EP ജയരാജനെ ഞങ്ങൾ ശിക്ഷിക്കേണ്ടി വരും എന്ന് ജയരാജനെ ഓർമ്മിപ്പിക്കുകയാണ്. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഞങ്ങൾ ആരാണെന്ന് ഒറ്റണത്തിനും അറിയില്ല. അട്ടക്കണ്ടേ ഇറങ്ങി വാടാ. അങ്ങനെ ആകെ മൊത്തം തള്ളോട് തള്ള്. എന്തായാലും രാഷ്ട്രീയ പ്രവേശനത്തിന്റെ അടിസ്ഥാന യോഗ്യതയായ തടിയൂരൽ യജ്ഞത്തിൽ പലപ്പോഴും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജയരാജേട്ടൻ ഇത്തവണ അതിൽ വീഴ്ച വരുത്തിയില്ല. മര്യാദക്ക് വർത്താനൊന്നും പറയാൻ കഴിയുന്നില്ലെന്ന് നാവൊന്നും ശരിക്ക് പോകുന്നില്ല. വെള്ളടിച്ചിട്ട് കുടിപ്പിച്ച് കീഴിൽ കയറ്റി വിട്ടിരിക്കുകയാണ് ആക്രമിക്കാൻ. AKGയിൽ പടക്കം പൊട്ടുന്നതിന് മുമ്പേ പൊട്ടിച്ചവന്റെ ആധാർ കാർഡ് നമ്പർ വരെ കാണാതെ പറയാൻ കഴിവുള്ള ജയേട്ടൻ പ്രതിഷേധത്തിന്റെ തുടങ്ങുന്നതിന് മുമ്പേ പ്രതിഷേധ അണികൾ കഴിഞ്ഞ ആഴ്ച അഴിച്ച ബ്രാൻഡ് വരെ സ്പോട്ടിൽ പറഞ്ഞു എന്നൊക്കെ ഇരിക്കും. പക്ഷെ പതിവ് പോലെ തന്നെ ജയേട്ടന്റെ തടിയൂരൽ സംരംഭം ചെറുതായി ഒന്ന് പാളിപ്പോയി. പ്രതിഷേധ അണികൾ മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പായതോടെ ജയേട്ടൻ തന്റെ ന്യായമായ ചോദ്യവുമായി രംഗത്ത് വന്നു. കണ്ണുപിടിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ഇത്രയും സാഹസികം കാണിച്ച് വിമാനം കുലുക്കിയതിന് വല്ല നന്ദിയോ മറ്റോ വേണോ ജയേട്ടാ? അതുകൊണ്ട് എന്നോട് വിമാന കമ്പനിയും എയർപോർട്ട് അതോറിറ്റിയും എന്നോട് നന്ദി രേഖപ്പെടുത്തണം. സാകളെ മണവാളാൻ സൽസിന്റെ പേരിലും
എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി മാത്രം മതിയോ അതോ ഇനി വല്ല വിമാന നാടക പുരസ്കാരം വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു എയർലൈൻസ് അവാർഡ്. അങ്ങനെ ചോദിക്കും ജയേട്ടാ. കമ്പനി എന്നെ പ്രശംസിച്ചിട്ട് എനിക്ക് അവാർഡ് തരണം. ചൂടോടങ്ങ് പിടിച്ചാട്ടെ. സാറാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഹാസ്യ നടൻ. എങ്ങനെ ഇത്രയും വലിയ വിഡ്ഢിത്തരം പറഞ്ഞാ പിന്നെ ആരാ അവാർഡ് തരാത്ത? അല്ല ഇത് ചെറുതായി പോയല്ലോ, വലിയ ശില്പയില്ലേ? അല്പം വൈകിയാണെങ്കിലും ചോദിച്ച നന്ദി ഇൻഡിഗോ കൊടുക്കാൻ മറന്നില്ല. 3 ആഴ്ചത്തെ നന്ദിയൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല ജയേട്ടാ? എനിക്കൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. എനക്കറിയില്ല. എന്റെ മെയിൽ ഞാൻ ഇപ്പോഴും നോക്കി, മെയിലിൽ അങ്ങനെയില്ല. ഏതെങ്കിലും ഒരു മെസ്സേജോ ഒന്നും തന്നെ ഇല്ല. ഇതൊന്നും ഇല്ലെങ്കിലും ഇൻഡിഗോ 3 ആഴ്ചത്തേക്ക് ജയേട്ടന് മുൻപിൽ അന്യർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് കാണിച്ചു എന്നത് മാത്രം ഉള്ള കാര്യമാണ്. സംഭവം അറിഞ്ഞതോടെ ജയേട്ടനും തന്റെ പുതിയ തള്ളുകളുമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്താൻ തയ്യാറായിരുന്നു. പക്ഷേ ജയേട്ടന്റെ തള്ളുകൾ തുടങ്ങുന്നതിന് മുമ്പ് തള്ളുകളെ നിർത്തി അങ്ങോട്ട് അപമാനിക്കാൻ വേണ്ടി പിന്നിൽ നിന്ന് ഫോണിന്റെ മാറ്റി നോക്കുന്ന തട്ടാൻ, കഴിഞ്ഞ ആഴ്ച പ്രതിഷ്ഠിച്ച കൽപ്രതിമ എന്നിവയോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരച്ചൊരച്ചതിന്റെ മാറ്റ് കളയണ്ട, പത്തര മാറ്റ് തനി തങ്കാത്. മണിക്കൂറുകളോളം നിശ്ചലനായി നിൽക്കുന്ന ഈ മനുഷ്യ പ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5000 രൂപ ഇനാം. ജയേട്ടാ ഇനി തള്ളി തുടങ്ങിക്കോളൂ. ഞാൻ ആ കോറിഡോറിൽ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് അവർക്ക് എത്താൻ കഴിയാതിരുന്നത്. പിന്നെ അത് പിന്നെ നമുക്കറിയാലോ ജയേട്ടാ. അതായത് ഞാൻ ആ കോറിഡോറിൽ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ തള്ളി മാറ്റി അവർക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല. ആഹാ, ഇത് വസ്തുതാപരമായി പരിശോധിക്കുന്നതിന് പകരം ഇൻഡിഗോ കമ്പനി തെറ്റായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. വിമാനത്തിൽ കയറി 2 പേരെ ഇടിച്ച് താഴെയിട്ട നിസാര കുറ്റത്തിനൊക്കെ നീണ്ട 3 ആഴ്ചത്തെ വിലക്ക് ഏർപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കഷ്ടമാണിത്. ഇടം വല നോക്കാതെ ബഹിഷ്കരിക്കണം പിള്ളച്ചാ. അവരിപ്പോൾ എനിക്ക് 3 ആഴ്ചക്ക് യാത്രാ വിലക്കാണെങ്കിൽ ഞാൻ ഇനി ഈ ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്യില്ല. ഇത് ഇത്ര നിലവാരമില്ലാത്ത ഒരു കമ്പനിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ജയേട്ടന്റെ അഭിപ്രായത്തിൽ ക്യാപ്റ്റനും ജയേട്ടനും തമ്മിലുള്ള കമ്പനിയേക്കാൾ നിലവാരം കുറവാണ് ഇൻഡിഗോ കമ്പനിക്ക്. ഇനി മറ്റേ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത തള്ളും കൂടി അങ്ങോട്ട് പുറത്തെടുക്ക് ജയേട്ടാ. എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഞാനും ഭാര്യയുമായിരിക്കും. അതോടെ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം തരാമെന്ന് പറഞ്ഞ ജയേട്ടനോട് വീട്ടിൽ പോയി ഇരുന്നോളൂ എന്നായി ഇൻഡിഗോ കമ്പനി. ഇനിയിപ്പോൾ കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും കുറ്റം കൂടി പറയുന്നതാണല്ലോ അതിന്റെ ഒരു ഇത്. പിന്നിൽ നിന്ന് വന്ന ഫ്ലൈറ്റിന് ഓവർടേക്ക് ചെയ്യാൻ സൈഡ് കൊടുത്തില്ല, പോലീസ് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ടില്ല, അമിത വേഗത, ബാക്കിയുള്ളത് കൂടി പറ ജയേട്ടാ അങ്ങട്. ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അഭിപ്രായം നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കുറ്റവാളികൾക്ക് നേരെ നടപടിയെടുക്കാനല്ല അവർ താല്പര്യം കാണിച്ചിരിക്കുന്നത്. മണം പിടിച്ച് പൊട്ടിയ പടക്കത്തിന്റെ പഴക്കം പറയുന്ന ഈ ബാലിസ്റ്റിക് വിദഗ്ധനോട് ഇൻഡിഗോ കാണിച്ചത് തികച്ചും സർക്കാരിന്റെ പുതിയ വാക്കായ അങ്ങേറ്റം അപലപനീയമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ അവർക്കറിയില്ലല്ലോ കേരളയിൽ കൊണ്ടുവന്ന ആകാശം മുഴുവൻ വിമാനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ചിറ്റപ്പന്റെ ന്യൂനത ആശയധാരയെ പറ്റി. നമ്മുടെ കേരളയിൽ അത് വളരെ സഹായകരമാണ്. അത് കേരളത്തിൽ വരും. കുറച്ച് കഴിയുമ്പോൾ കേരളത്തിന്റെ ആകാശം മുഴുവൻ വിമാനമായിരിക്കും. ഉള്ള മണ്ടത്തരങ്ങളൊക്കെ ഈ രാഷ്ട്രീയക്കാരിങ്ങനെ പറഞ്ഞു തീർക്കുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് പറയാൻ മണ്ടത്തരങ്ങൾ ഒന്നും തന്നെ ബാക്കിയില്ലാത്ത അവസ്ഥയാണ്. എനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ. അത് ശരിയാണ്. ജയേട്ടൻ യാത്ര ചെയ്യുന്നതുകൊണ്ട് മാത്രം കഞ്ഞി കുടിച്ചു പോകുന്ന ഇൻഡിഗോയ്ക്കല്ലാതെ നഷ്ടം വേറെ ആർക്ക് വരാനാണ്? പിണറായി പോലീസ് ആകാശത്തേക്ക് വെടിവെച്ച് പ്രതിഷേധിച്ചാൽ നാളെ തന്നെ ഇൻഡിഗോ കമ്പനി പൂട്ടിക്കെട്ടും. അങ്ങനെയാകുമ്പോൾ ജയേട്ടൻ ഇൻഡിഗോ ബഹിഷ്കരിച്ചാൽ സംഭവിക്കുന്നത് ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ. അല്ല ജയേട്ടാ, മുദ്രാവാക്യം വിളിച്ച യുവാക്കൾക്ക് 2 ആഴ്ചത്തെ വിലക്കും ജയേട്ടന് 3 ആഴ്ചത്തെ വിലക്കും എന്നാണല്ലോ കേൾക്കുന്നത്. അതെ, അതാണ് ആ കമ്പനിയുടെ സ്റ്റാൻഡേർഡ്. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. ഇൻഡിഗോയുടെ പുരസ്കാരത്തിൽ ജയേട്ടൻ അതൃപ്തി പ്രകടിപ്പിച്ചതോടെ ആ കോൺട്രാക്ട് ഏറ്റെടുത്ത് ജയേട്ടനുള്ള പുരസ്കാരങ്ങളുമായി പലരും രംഗത്ത് വന്നു തുടങ്ങി. പുരസ്കാരം 1 ഈ നാട്ടുകാരുടെ മുമ്പിൽ, എല്ലാ ആളുകളുടെ മുമ്പിൽ നമുക്ക് തുറന്നു പറയാൻ ഒരു പ്രയാസവും നമുക്കില്ല. അക്രമി നമ്പർ 1 അത് ഇ പി ജയരാജനാണ്. ഇനി പുരസ്കാരം 2. ഇ പി ജയരാജൻ LDFന്റെ കൺവീനർ അല്ല, മുഖ്യമന്ത്രിയുടെ
പേഴ്സണൽ ഗുണ്ടയാണ് എന്ന് ഇത് തെളിയിക്കുകയാണ്. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ അടി പിടി വെട്ട് കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. ജയേട്ടൻ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്ന തിരക്കിനിടയിൽ ഉഗാണ്ടയിൽ സുനാമി അടിച്ചാലും ദില്ലിയിൽ ഒരു പ്രകടനം ഉറപ്പാക്കിയ റഹീം സഖാവിനോട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി. റഹീം സഖാവെ, പ്രതിഷേധത്തിന്റെ പുതിയ വല്ല വകഭേദങ്ങളും പുറത്തെടുക്കാനില്ല എന്നുണ്ടോ? ഇല്ല, കമ്പനിക്കെതിരായ പ്രതിഷേധമൊന്നും ഞാനിപ്പോ ആലോചിച്ചിട്ടില്ല. ഞാൻ എന്തായാലും അങ്ങനെ തീരുമാനിച്ചത് കാര്യമായി. റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നത് പോലെ എയറിൽ കിടന്ന് പ്രതിഷേധിക്കാൻ ശ്രമിച്ചാൽ പിന്നെ പഴയ പോലെ എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റി എന്ന് വരില്ല. തൽക്കാലം സഖാവ് പ്രതിഷേധം വാക്കുകളിൽ രേഖപ്പെടുത്തിയിട്ട് പൊക്കോളൂ. അങ്ങേറ്റം അപലപനീയമാണ് ഇൻഡിഗോയുടെ നടപടി. അങ്ങേറ്റം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഈ സമയം പൊളിയുന്ന പാലങ്ങളെ കുറിച്ച് പരിശോധന നടത്തുന്ന തിരക്കിനിടയിലും ഇൻഡിഗോയ്ക്കുള്ള ഒരു മറുപടി യുവരാജാവിന്റെ പക്കലും ഉണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാര് ഉറക്കത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി പ്രത്യേക ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതിന് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ എന്റെ കുഞ്ഞിരാമ. അല്ലെങ്കിലും അച്ഛന്റെ കാര്യം ചോദിച്ചാൽ അളിയന്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമില്ല. നമ്മൾ AKG സെന്ററിൽ ബോംബിട്ട കാര്യം സഖാക്കളോട് ചോദിക്കും. സുകുമാരക്കുറുപ്പ് പോയിട്ട് കാലത്തിലേ പിടിച്ചോ? പലരും മാറി മാറി ഭരിച്ചില്ലേ എന്നവർ തിരിച്ചു ചോദിക്കും. എന്താ അല്ലേ, കൂടെയുള്ള പൊട്ടന്മാർ എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചാൽ മറ്റുള്ള പൊട്ടന്മാർ പുതിയ പൊട്ടത്തരങ്ങളും കൊണ്ടുവന്ന് ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ പാർട്ടിയുടെ ഒരു വിപ്ലവ പ്രത്യേകത തന്നെയാണ്. മരുന്നിന് പോലും ബുദ്ധിയുള്ള ഒരെണ്ണം ഇല്ലാതെ പോയല്ലോ എന്റെ പാർട്ടി പരമ്പര സഖാക്കളെ. ജയരാജേട്ടാ, അവസാനം എടുത്ത ടിക്കറ്റ് ഒരെണ്ണം ഇപ്പോഴും പെൻഡിങ് ആണ് അല്ലേ? ഞാൻ അതുകൊണ്ട് തന്നെ റദ്ദാക്കി. ഇനി എനിക്ക് നിങ്ങളുടെ ടിക്കറ്റും വേണ്ട, നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നില്ല. ഞാനും ഭാര്യയും കൂടി 7,000-1,000 ഉറുപ്പിയാണ് യാത്ര. അത് നിങ്ങൾ തിരിച്ചു തരാൻ പറഞ്ഞു. അതേതായാലും നന്നായി. വേറെ പല വിമാന കമ്പനികളുണ്ട്, മാന്യന്മാര്. മാന്യമായിട്ട് വിമാന സർവീസ് നടത്തുന്ന ഒട്ടനവധി കമ്പനികളുണ്ട്. ആ വിമാന കമ്പനികളിലെ എനിക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ പോകൂ. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വേറെ വിമാന സർവീസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ പറഞ്ഞത് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. തള്ളു കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടു. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്ന ട്രെയിനിന്റെ ഉള്ളിൽ കിളി പോയിരിക്കുന്ന ഒരു സാധാരണക്കാരന് EP-യുടെ അതേ ഛായ. മന്ത്രിസ്ഥാനം കയ്യിലില്ലാത്തത് കൊണ്ട് മാത്രം രാജിവെക്കാൻ കഴിയാതെ പോയ ജയേട്ടനെ പോലെ അല്ലല്ലോ അബദ്ധങ്ങൾ കൊണ്ട് സാമ്രാജ്യം പടുതുയർത്തുന്ന സജിയേട്ടന്റെ അവസ്ഥ. ബഹുമാനപ്പെട്ട മന്ത്രി സജിയേട്ടനെ, ക്ഷമിക്കണം, വെറും സജിയേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് വേദിയുടെ ബലക്ഷയം തള്ളി നോക്കി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ജയേട്ടനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇടയ്ക്കൊന്ന് അതായതുത്തമ്മ എന്ന് എഴുതി കാണിച്ചെന്ന് കരുതി ജയേട്ടനെ പെട്ടെന്ന് വിട്ടുകളയാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ജയേട്ടാ തുടങ്ങിക്കോളൂ. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള ആക്രമണം. വീണ്ടും നിങ്ങളോ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെ ആക്രമണം ഇടതുപക്ഷക്കാരിൽ നിന്നല്ല. ഇതിനുള്ള മറുപടി സജിയേട്ടൻ പറയുന്നതിന് മുമ്പ് എനിക്ക് സജിയേട്ടനോട് ഒന്നേ പറയാനുള്ളൂ. സജിയേട്ട ഈടെ സേഫ് അല്ല. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ജയേട്ട കണ്ടിന്യൂ. വലതുപക്ഷ ശക്തികൾ, പിന്തിരിപ്പ ശക്തികൾ അവരുടെ താല്പര്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഭരണഘടന സന്നദ്ധമാകാതെ വരുമ്പോൾ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണം ആരംഭിക്കും. ഇതാണ് ജയേട്ടന്റെ ആർക്കും തകർക്കാൻ കഴിയാത്ത ആ പ്രത്യേകത. എന്ത് തള്ളിയാലും കൃത്യമായി പോയി കൊള്ളുന്നത് പാർട്ടിയുടെ ആ തകർന്ന നെഞ്ചിൽ തന്നെയായിരിക്കും. എന്നിട്ട് അന്ന് ഭരണഘടനയെ സംരക്ഷിക്കാൻ, ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന്റെ ദൗത്യമായിരിക്കും, ചുമതലയായിരിക്കും. സജിയേട്ടാ, ജയേട്ടൻ ഇവിടെ ചുമതലയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ കുന്തം കൊടച്ചക്രവും കൂടി ഇറക്കി ആ പുള്ളീനെ ഒന്ന് സൈഡാക്കിക്കേ. മതേതരത്വം, ജനാധിപത്യം, കുന്തം കൊടച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ചൂഷണം. ഇനി ജയേട്ടൻ അല്പം മാറിയിരുന്നോളൂ.
ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കാം. ഞാൻ ചോദിക്കട്ടെ, മടിച്ചു നിൽക്കാതെ ചോദിക്ക് സജിയേട്ടാ. തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാത്ത നാടാണ് ഇന്ത്യ. മറ്റേ പണി എടുത്ത് ജീവിക്കുന്നവന്റെ പണി കളയാൻ പണിയെടുക്കാത്തവൻ നടത്തുന്ന പരാക്രമമല്ലേ? അത് അംഗീകരിക്കാത്തത് എന്തായാലും മോശമായി പോയി. പഴയ CITU ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഭരണഘടനയെ കളിയാക്കാൻ വേറെ എന്ത് കാരണമാണ് വേണ്ടത്? രാജ്യത്ത് ഏത് ആള് പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതേ ഭരണഘടന കയ്യിൽ വെച്ച നാട്ടുകാരെ കൊള്ളയടിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ തള്ളുകൂടി ഒന്ന് കേൾക്കണം. സജി ചെറിയാനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും. ഇത് കണ്ടിട്ട് എന്ത് പ്രഹസനാണിത് സജി എന്ന് ചോദിക്കാൻ തോന്നുന്നുവെങ്കിലും ഈ പ്രഹസനം മാറി മാറി വരുന്ന എല്ലാ പാർട്ടിക്കാരുടെ അവകാശമായതുകൊണ്ട് കണ്ടില്ല എന്ന് വെക്കാം. പാർട്ടിക്കാരുടെ എന്തെങ്കിലും മണ്ടത്തരത്തെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞവൻ ഞാൻ പറഞ്ഞില്ല എന്ന് പറയണം. കൂടെയുള്ളവർ ഒന്നെങ്കിൽ ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്ന് പറയണം, അല്ലെങ്കിൽ വല്ല നാക്കുപിഴയുമാകും എന്ന് പറയണം. അതാണല്ലോ പാർട്ടി നിയമം. ഉത്തരം അതാണെന്ന് മുൻകൂട്ടി അറിഞ്ഞാലും ചോദിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം. സജയേട്ടന്റെ ഭരണഘടനാ പ്രസംഗം ജയേട്ടൻ ഇനി അറിഞ്ഞോ ആവോ? എന്താണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിലും സജയേട്ടൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെങ്കിലല്ലേ ജയേട്ടൻ അറിയേണ്ട കാര്യമുള്ളൂ. അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ സജിയേട്ടാ? ഞാൻ ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പറഞ്ഞതൊക്കെ ഓർത്തിരിക്കുമെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. ഇനി അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ തന്നെ അതെന്താണെന്ന് ബേബി ചേട്ടൻ തന്നെ വെളിപ്പെടുത്തും. പറഞ്ഞപ്പോ എന്തെങ്കിലും നാവുവഴിയോ മറ്റോ സംഭവിച്ചു പോയിട്ടുണ്ടാവും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി വല്ല രാജിയോ മറ്റോ വെക്കാനുള്ള സാധ്യത ഉണ്ടോ ബേബി ചേട്ടാ? ഒരു കാര്യം പറയുന്നതിനിടയ്ക്ക് പല നാവുപിഴകളും ഒക്കെ ഉണ്ടാവാം. നാവുപിഴ ഉണ്ടാകാത്തപ്പോൾ തന്നെ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം. സ്വാഭാവികം. അപ്പൊ അതിനെയൊന്നും ആസ്പദമാക്കി രാജി ആവശ്യപ്പെടേണ്ടതിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി? അയ്യോ ഓക്കെ ബേബി, നമുക്കത് അവിടെ വിടാം. കൂടുതലൊന്നും ഇനി ഇതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ബേബി ചേട്ടൻ പറഞ്ഞതുപോലെ നിസ്സാരമായി ഈ നാക്കുപിഴയ്ക്കൊക്കെ സജിയേട്ടൻ രാജിവെക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ രാജിവെപ്പിക്കാൻ വേണ്ടി മാത്രം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഓടിയെത്തുന്ന പാർട്ടിക്കാർ ഇത്തവണയും രാജിയിൽ തന്നെ ഉറച്ചു നിന്നു. അല്ല കുമ്മേട്ട, കുറെ നാളായല്ലോ കണ്ടിട്ടൊക്കെ. സജിയേട്ടൻ രാജി വെക്കണോ ആവോ? മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള നീക്കങ്ങളെല്ലാം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അടുത്തതായി രാജിവെപ്പിക്കാൻ എത്തുന്നത് BJPയുടെ ചങ്കും ചങ്കിടിപ്പും ചങ്കിലെ ചോരയുമായ സുരേട്ടനാണ്. രാജിവെക്കേണ്ടതില്ലെന്നുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഭരണഘടനയോടും ഭരണഘടനാ ശില്പികളോടുമുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ്. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. സാധാരണ ഇത്തരം അവസരത്തിലൊക്കെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന ടീമാണ്. ഇത്തവണ അക്കാര്യത്തിൽ എന്തോ പുരോഗമനമുണ്ടെന്ന് പറയാം. പലരും സജിയേട്ടനോട് രാജി ചോദിച്ചപ്പോൾ ഭരണഘടനയെ കുറിച്ച് തനിക്കറിയാത്ത സംശയം ചോദിച്ചുകൊണ്ട് സതീശേട്ടനും മാതൃകയായിട്ടുണ്ട്. അദ്ദേഹം ഭരണഘടന വായിച്ചു നോക്കിയിട്ടുണ്ടോ? പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമോ? സജിയേട്ടന്റെ ഭരണഘടന എങ്ങനെയാണെങ്കിലും BJPക്ക് ഭരണഘടന ദേ ഇങ്ങനെയാണ്. ഭരണഘടന ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒരു വേദപുസ്തകമാണ്. സംഭവം എത്ര ഗൗരവത്തിലുള്ളതാണെങ്കിലും രാഷ്ട്രീയക്കാർ അതിനെ ഇതുപോലെ തള്ളി കോമഡിയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി പോകുന്നത് ഏവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം രാജിയിലേക്കാണ്. സജിയേട്ടൻ കൃത്യസമയത്ത് തന്നെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു യാത്ര ഭയങ്കര ടെൻഷൻ അടിക്കുന്ന വളരെ കൂളായിട്ടിരിക്കുക. പത്രസമ്മേളനമല്ലേ ഇത്ര വിഷമിക്കുന്നത്? അത് പിന്നെ രാജിവെക്കുന്നത് സജിയേട്ടനാണെങ്കിലും ടെൻഷൻ ഞങ്ങളുടെ ഉള്ളിലൊക്കെ ആണല്ലോ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടത്. പറച്ചില് കേട്ടാൽ കാണുന്നവരാണ് കൂട്ടത്തോടെ രാജിവെക്കാൻ പോകുന്നത് എന്ന് പോലും തോന്നിപ്പോകും.
നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുകയും ഭരണഘടനാ മൂല്യങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അയ്യോ, സത്യമാണോ ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ആശയവിനിമയം നടത്തിയ ശേഷം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി. അതിനാൽ ഞാൻ എന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ്. സാരമില്ല സജിയേട്ടാ, ഇതാണ് ഞാൻ ഏട്ടനോട് മുമ്പേ പറഞ്ഞത്. സജിയേട്ടാ ഈടെ സേഫ് അല്ലാന്ന്. കളിയാക്കുകയാണെന്ന് കരുതരുത്. ഉള്ളിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. തൊട്ടു മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാമോ സജിയേട്ടാ? അപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. വീണ്ടും കാണുന്നത് വരെ അതായത് ഉത്തമ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.